നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ്. കോട്ടയം ജില്ലയിൽ തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുന്നു. റോഡ് ഷോയുമായി സ്ഥാനാർത്ഥികൾ. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സ്ഥാനാർത്ഥികൾ പ്രചരണം തുടങ്ങിയത് ഉമ്മൻചാണ്ടിയുടെ കബറിടത്തിൽ നിന്ന്. പുതുപ്പള്ളിയിൽ ഫ്ലെക്സുകളും ബോർഡുകളും ഇല്ലാതെ ചാണ്ടിയുമ്മൻ. ജനങ്ങൾക്ക് തന്നെ അറിയാം, പണം പാവപ്പെട്ടവർക്ക് വീട് വയ്ക്കാൻ ഉപയോഗിക്കുമെന്ന് ചാണ്ടിയുമ്മൻ. കാഞ്ഞിരപ്പള്ളിയെ ഇളക്കി NDA സ്ഥാനാർത്ഥി ജോർജ് കുര്യന്റെ റോഡ് ഷോ. പങ്കാളികളായി നൂറുകണക്കിന് പ്രവർത്തകർ. പാലായിൽ ഉൾപ്പെടെ കേരളത്തിൽ താമര വിരിയുമെന്ന് ഷോൺ ജോർജ്. ജോസ് കെ മാണിയും മാണി സി കാപ്പനും പാലായിലെ വികസനം തടസ്സപ്പെടുത്തി. വാർത്തകൾ വിശദമായി. UDFിലെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ സ്ഥാനാർത്ഥികൾ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കബറിടത്തിലെത്തി അനുഗ്രഹം തേടി ഇലക്ഷൻ പ്രചരണത്തിന് തുടക്കം കുറിച്ചു. ചാണ്ടിയുമ്മൻ MLAയുടെയും ഉമ്മൻചാണ്ടിയുടെ പത്നി മറിയാമ്മ ഉമ്മന്റെയും സാന്നിധ്യമുണ്ടായിരുന്നു. ഐക്യജനാധിപത്യ മുന്നണിയിലെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ചു. പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ കബറിടത്തിലെത്തി പ്രാർത്ഥിച്ച ശേഷമാണ് മോൻസ് ജോസഫ് ഉൾപ്പെടെ 8 സ്ഥാനാർത്ഥികൾ പ്രചരണത്തിന് തുടക്കം കുറിച്ചത്. കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. എന്ന് വെച്ചാൽ ഔട്ട്റീച്ച് സെല്ല് ദേശീയ ചെയർമാനായിരിക്കുമ്പോൾ എന്റെ സംസ്ഥാന ചെയർമാനെ ഞാൻ നിയമിച്ച വ്യക്തിയാണ് ഇന്ന് നമ്മുടെ മാവേലിക്കരയുടെ അഭിമാനമായി വന്നിരിക്കുന്നത്. പ്രത്യേകം എനിക്ക് ഇതിപ്പോൾ അഭിമാന നിമിഷമില്ല. കാരണം ഇതുപോലെ ഒരു വ്യക്തിയെ നമുക്ക് മാവേലിക്കരയ്ക്ക് നേതാവായി സംഭാവന ചെയ്യാനും നമുക്ക് MLA ആയി ഒരു സംശയവും വേണ്ട. ഇവിടെ നിന്ന് ഞാൻ പറയുകയാണ്, അടുത്ത പ്രാവശ്യം വരുമ്പോൾ MLA ആയിട്ടായിരിക്കും കാണുക. എല്ലാ ആശംസകളും അപ്പയുടെ അനുഗ്രഹങ്ങളും. അതുപോലെ അപ്പയുമായിട്ട് അടുത്ത ബന്ധമുണ്ടായിരുന്നു. കൂട്ടുകാരിക്ക് ജയിച്ച് വീണ്ടും വരും MLA ആയി മാവേലിക്കര. റാങ്കൊന്നും പ്രശ്നമാണ്. പുതുപ്പള്ളിയിലെ വിവിധ കോൺഗ്രസ് നേതാക്കളും ഉമ്മൻചാണ്ടിയുടെ പത്നി മറിയാമ്മ ഉമ്മനും പങ്കെടുത്തു. ഇക്കുറി UDFിന് തിളക്കമാർന്ന വിജയം നേടാൻ കഴിയുമെന്നും സീറ്റ് വിഭജന ചർച്ചയുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ വിവാദങ്ങളുമില്ലെന്നും മോൻസ് ജോസഫ് പറഞ്ഞു. കേരള കോൺഗ്രസ് പാർട്ടിക്ക് 10 സീറ്റ് എന്നുള്ളത് തത്വത്തിൽ അംഗീകരിച്ചുകൊണ്ട് തന്നെ വരും വർഷങ്ങളിൽ ആ സീറ്റുകൾ പാർട്ടിക്ക് തിരികെ ലഭിക്കാൻ കഴിയുന്ന ഒരു വൺ ടൈം എഗ്രിമെന്റ് എന്ന നിലയിൽ ഞങ്ങൾ അതിനോട് സഹകരിച്ചിട്ടുണ്ട്. അത് UDFിന്റെ വിജയത്തിന് വേണ്ടിയാണ്. UDF തീർച്ചയായിട്ടും എല്ലാ മണ്ഡലങ്ങളും ജയിച്ചു വരണമെന്ന കാഴ്ചപ്പാടോടെ വെച്ചു. ഞങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകൾ അക്കാര്യത്തിലുണ്ടായിരുന്നു. എങ്കിലും ഞങ്ങളത് പാർലമെന്റ് കോട്ടയം ലോക്സഭാ സീറ്റ് ഉൾപ്പെടെ കേരള കോൺഗ്രസ് പാർട്ടിക്ക് മത്സരിക്കാൻ കഴിയുന്ന വിധത്തിൽ ബുദ്ധിമുട്ടുകളില്ലാതെ മുന്നണി ക്രമീകരിച്ചു എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി പാർട്ടി വിലയിരുത്തുകയുണ്ടായി. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ UDF ജയിച്ചു വരിക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ കോൺഗ്രസുമായി പരസ്പര ധാരണയോടെ ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. പാർട്ടി ചെയർമാൻ ശ്രീ P. ജോസഫ് സാർ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ സീറ്റ് വിഭജന ചർച്ചയുമായി ബന്ധപ്പെട്ട കേരള കോൺഗ്രസ് പാർട്ടിയുടെ കാര്യങ്ങൾ ഞങ്ങളിപ്പോൾ ക്ലോസ് ചെയ്യുന്നു. പാർട്ടി പ്രവർത്തന ഇലക്ഷൻ രംഗത്തേക്ക് ഞങ്ങൾ കടക്കുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പുതുപ്പള്ളി മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഫ്ലെക്സുകളും ബാനറുകളും ഒഴിവാക്കി UDF സ്ഥാനാർത്ഥി ചാണ്ടിയുമ്മൻ. ജനങ്ങൾക്ക് തന്നെ അറിയാമെന്ന് ചാണ്ടിയുമ്മൻ പറയുന്നു. പുതുപ്പള്ളി മണ്ഡലത്തിൽ വേറിട്ട പ്രചരണ രീതിയുമായി UDF സ്ഥാനാർത്ഥി ചാണ്ടിയുമ്മൻ ഇക്കുറി തന്റെ പേരിൽ ഫ്ലെക്സുകളോ ബോർഡുകളോ സ്ഥാപിക്കുകയില്ലെന്ന് ചാണ്ടിയുമ്മൻ പറയുന്നു. ജനങ്ങൾക്ക് സുപരിചിതനാണ് താൻ. മണ്ഡലത്തിലെ വീടുകൾ കയറിയിറങ്ങി വോട്ട് ചോദിക്കും. വെറുതെ ഫ്ലെക്സുകളും ബോർഡുകളും സ്ഥാപിച്ച് പണം ചെലവഴിക്കില്ലെന്നും ആ പണം പാവപ്പെട്ട കുടുംബത്തിന് വീട് വെച്ചു നൽകുന്നതിന് ഉപയോഗിക്കുമെന്നും ചാണ്ടിയുമ്മൻ പറഞ്ഞു. ഭവനരഹിതരില്ലാത്ത പുതുപ്പള്ളി എന്നൊരു ആശയത്തിലേക്ക് കടക്കുകയാണ്. അപ്പൊ ഭവനരഹിതരില്ലാത്ത പുതുപ്പള്ളിയിൽ നമുക്ക് ആദ്യത്തെ ഘട്ടമായി 100 വീടുകൾ, അതിന്റെ 25 വീടിന്റെ ശില ഇട്ട് കഴിഞ്ഞു. ഇനി അതിന്റെ പണി തുടങ്ങണം. പുതുപ്പള്ളിയുടെ വികസനത്തിന്, പുതുപ്പള്ളിയുടെ മാറ്റത്തിന്, നമ്മുടെ നാടിന്റെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് ഭവനരഹിതർ ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ ഉത്തരവാദിത്തം കൂടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്താണ് ഈ തെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നത്. അപ്പം എന്നെ സംബന്ധിച്ച് കുറച്ച് ഫ്ലെക്സോ അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രൊജക്ഷൻ കുറഞ്ഞാലും കുഴപ്പമില്ല. എൻ്റെ ജനങ്ങൾക്ക് വീട് കിട്ടുന്നതാണ് പ്രാധാന്യം ഞാൻ കരുതുന്നു. അതുകൊണ്ടാണ് ഫ്ലെക്സും ബാൻഡും പോസ്റ്ററും ഒക്കെ വേണ്ട എന്ന് വെച്ച് സാധിക്കുമെങ്കിൽ അതിൽ കൂടി ഒരു എന്താ പറയുക, ഒരാൾ കൂടി അല്ലെങ്കിൽ 2 പേർ കൂടി വീട് വെക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വിയോഗശേഷം ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ് ചാണ്ടിയുമ്മൻ ആദ്യമായി നിയമസഭയിൽ എത്തിയത്. ഇത് 2ാം തവണയാണ് പുതുപ്പള്ളിയിൽ ജനവിധി തേടുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. റോഡ് ഷോയുമായി തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രചരണത്തിന് കോട്ടയത്ത് തുടക്കം. കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടാകാൻ പോകുകയാണെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. കോട്ടയം നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ റോഡ് ഷോയ്ക്ക് ആവേശം നിറഞ്ഞ വരവേൽപ്പ്. പള്ളിപ്പുറത്തുകാവിലെ MLA ഓഫീസിന് സമീപത്ത് നിന്ന് ആരംഭിച്ച ബൈക്ക് റാലി പുളിമൂടി ജംഗ്ഷൻ, തിരുനക്കര, നാഗമ്പടം റെയിൽവേ സ്റ്റേഷൻ, കളക്ടറേറ്റ്, അസംഷൻ ജംഗ്ഷൻ, KK റോഡ് വഴി സെൻട്രൽ ജംഗ്ഷനിലെത്തി ഗാന്ധി സ്ക്വയറിൽ സമാപിച്ചു. നിസ്വാർത്ഥമായ സേവനത്തിനായി
UDF, വനിതാ, യുവജന, വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലെ നൂറുകണക്കിന് പ്രവർത്തകർ റാലിയിൽ പങ്കെടുത്തു. തുറന്ന വാഹനത്തിൽ സഞ്ചരിച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വോട്ടർമാർക്ക് അഭിവാദ്യമർപ്പിച്ചു. KSU, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെ റാലിക്ക് സ്വീകരണം നൽകി. ഗാന്ധി സ്ക്വയറിലെത്തിയ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പ്രവർത്തകർ തോളിലേറ്റി. DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ്, കുര്യൻ ജോയി, നഗരസഭാ അധ്യക്ഷൻ MP സന്തോഷ് കുമാർ, DCC വൈസ് പ്രസിഡന്റ് മോഹൻ K. നായർ, ബ്ലോക്ക് പ്രസിഡന്റുമാരായ CB ജോൺ, N. ജയചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗം PK വൈശാഖ്, വിജയപുരം പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈനി വർക്കി, ചിൻഡു, കുര്യൻ ജോയ്, S. രാജീവ് തുടങ്ങിയവർ പ്രസംഗിച്ചു. കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടാകാൻ പോവുകയാണെന്നും LDF സർക്കാരിന്റെ 10 കൊല്ലത്തെ ദുർഭരണത്തിനെതിരെ ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങണമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. കേരളത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകാൻ പോവുകയാണ്. 10 കൊല്ലമായി നമ്മൾ അനുഭവിച്ച എല്ലാ വിഷമത്തിന്റെയും പീഡനങ്ങളുടെയും പ്രയാസങ്ങളുടെയും ഭാണ്ഡക്കെട്ട് ഈ ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ നമ്മൾ അഴിച്ചു വെച്ചതിന് ശേഷമാണ് നമ്മൾ മുന്നോട്ട് നീങ്ങുന്നത്. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുകയാണ്. എങ്ങനെ നന്ദി രേഖപ്പെടുത്തണമെന്ന് എനിക്കറിയില്ല. അത്ര സ്നേഹവാത്സല്യം കൊണ്ട് നമ്മളെല്ലാവരും ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ ശ്രീ സുരേഷ് പറഞ്ഞതുപോലെ ജാതിമത വിഭാഗീയ വിദ്വേഷ ചിന്തകൾക്കെല്ലാം അതീതമായി നമ്മൾ ഒത്തൊരുമിച്ച് നിന്നതിന് ഒരിക്കൽ കൂടി സന്തോഷം രേഖപ്പെടുത്തുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കാഞ്ഞിരപ്പള്ളിയിൽ തരംഗമായി NDA സ്ഥാനാർത്ഥി ജോർജ് കുര്യന്റെ റോഡ് ഷോ. കേന്ദ്രമന്ത്രി പദം അലങ്കരിക്കുന്ന ജോർജ് കുര്യൻ NDA സ്ഥാനാർത്ഥിയായി കാഞ്ഞിരപ്പള്ളിയിൽ എത്തിയപ്പോൾ ആവേശകരമായ സ്വീകരണമാണ് ഒരുക്കിയത്. നൂറുകണക്കിന് പ്രവർത്തകർ റോഡ് ഷോയിൽ പങ്കെടുത്തു. മണ്ഡലത്തെ ഇളക്കി മറിച്ചുള്ള റോഡ് ഷോയോടെ കാഞ്ഞിരപ്പള്ളിയിലെ NDA സ്ഥാനാർത്ഥി ജോർജ് കുര്യന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. NDAക്ക് ശക്തമായ വേരോട്ടമുള്ള മണ്ണിൽ വിജയത്തിൽ കുറഞ്ഞ് ഒന്നും ഇവർ പ്രതീക്ഷിക്കുന്നില്ല. പൊൻകുന്നത്ത് നിന്ന് ആരംഭിച്ച റോഡ് ഷോ കാഞ്ഞിരപ്പള്ളിയിൽ സമാപിച്ചു. കേന്ദ്രമന്ത്രിയെ തന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെ NDA ക്യാമ്പിൽ വലിയ ആത്മവിശ്വാസമാണ് ഉയർന്നിരിക്കുന്നത്. പതിറ്റാണ്ടുകളായി കേരള രാഷ്ട്രീയത്തിൽ നില ഉറപ്പിച്ചു നിൽക്കുന്ന നേതാവാണ് ജോർജ് കുര്യൻ. ജോർജ് കുര്യന്റെ വരവിൽ വലിയ ആവേശമാണ് NDAക്ക് കൈവന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. കേരളത്തിൽ ഇക്കുറി താമര വിരിയുമെന്ന് പാലായിലെ NDA സ്ഥാനാർത്ഥി ഷോൺ ജോർജ്. 20,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പാലായിൽ NDA വിജയിക്കുമെന്നും ഷോൺ ജോർജ് പറഞ്ഞു. കേരളത്തിലും പാലായിലും ഇക്കുറി താമര വിരിയുമെന്ന് ഷോൺ ജോർജ്. 20,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പാലായിൽ NDA വിജയിക്കുമെന്നും ഷോൺ ജോർജ് പറഞ്ഞു. പാല വികസനത്തെ കൃത്യമായി കണ്ട് വോട്ട് ചെയ്യുന്നവരുടെ മണ്ഡലമാണെന്നും സഹതാപ രാഷ്ട്രീയമല്ല പാലായുടെ രാഷ്ട്രീയമെന്നും ഷോൺ ജോർജ് കോട്ടയത്ത് പറഞ്ഞു. പാർട്ടി പറഞ്ഞിട്ടാണ് പാലായിൽ മത്സരിക്കുന്നത്. പൂഞ്ഞാറിലും പാലായിലും അച്ഛനും മകനുമായി 2 സീറ്റ് മത്സരിക്കുന്നത് ശരിയല്ലെന്ന് പാർട്ടി അറിയിച്ചിരുന്നു. ജയസാധ്യത കണക്കാക്കിയാണ് പാർട്ടി സീറ്റുകൾ നൽകിയതെന്നും ഷോൺ ജോർജ് കോട്ടയത്ത് പറഞ്ഞു. ഇന്ന് ഒരാൾ ബി ജെ പിയുടെ നാഷണൽ കൗൺസിൽ അംഗവും മറ്റേയാൾ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റും കോർ കമ്മിറ്റി അംഗമാണ്. അത് പാർട്ടിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്, വ്യക്തികളല്ല. വീട്ടിൽ ചെല്ലുമ്പോൾ അപ്പനും മോനും ആയിരിക്കും. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ 2 കാര്യകർത്താക്കളാണ് നിങ്ങൾ 2 പേരും എന്ന ഉത്തരവാണ് പാർട്ടി നമുക്ക് തന്നത്. മത്സരിക്കാൻ പറഞ്ഞാൽ മത്സരിക്കുക എന്ന് മാത്രമാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചോദിച്ച് ഞങ്ങൾക്കിത് കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞവരല്ല ഞാനും എൻ്റെ അപ്പനും. അപ്പോൾ അത് പാർട്ടി തീരുമാനമെടുത്തു. പാലായിലെ വികസനം വ്യക്തമായ കാഴ്ചപ്പാട് തനിക്കുണ്ട്. കാർഷിക മേഖലയായ പാലായുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്ന പദ്ധതികൾ നടപ്പാക്കുമെന്നും ഷോൺ പറഞ്ഞു. ജോസ് കെ മാണിയും മാണി സി കാപ്പനും പരസ്പരം പഴിചാരി പാലായിലെ വികസനം തടസ്സപ്പെടുത്തുന്നതായും ഷോൺ ആരോപിച്ചു. നോബിൾ മാത്യുവിന്റെ പുറത്താക്കൽ സംബന്ധിച്ച് അദ്ദേഹം പാർട്ടിക്ക് വിധേയനായി നിൽക്കേണ്ട ആളാണെന്നും ഷോൺ ജോർജ് കൂട്ടിച്ചേർത്തു. കോട്ടയം പ്രസ് ക്ലബ്ബ് ഒരുക്കിയ സ്ഥാനാർത്ഥി പറയട്ടെ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു ഷോൺ ജോർജ്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലാ കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് ഈ മാസം 21-ന് കൊടിയേറും. 2ാം ഉത്സവ ദിനം മുതൽ 6ാം ഉത്സവ ദിനം വരെ എല്ലാ ദിവസവും ഉത്സവബലിയും ഉണ്ടായിരിക്കും. പാലാ കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഈ മാസം 21-ന് തിരുവുത്സവത്തിന് കൊടിയേറും. 21-ാം തീയതി വൈകുന്നേരം 5:30-നും 6-നും മധ്യേ ക്ഷേത്രം തന്ത്രി തിരുവല്ല പറമ്പൂരിലും നീലകണ്ഠൻ നാരായണൻ ഭട്ടതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ്. മാർച്ച് 22 മുതൽ 26 വരെ രാവിലെ 9:30-ന് ഉത്സവബലിയും തുടർന്ന് ദർശനവും നടക്കും. 27-ാം തീയതിയാണ് പള്ളിവേട്ട. അന്നേ ദിവസം രാവിലെ 8 മണിക്ക് ശ്രീബലി എഴുന്നള്ളിപ്പും വൈകുന്നേരം 5 മണിക്ക് കാഴ്ച ശ്രീബലിയും നടക്കും. പള്ളിവേട്ട ദിവസം വൈകുന്നേരം 9:30-ന് പാഴൂർ ജിതിന്മാരാരുടെ പ്രാമാണിത്വത്തിൽ 31-ൽ പരം കലാകാരന്മാർ പങ്കെടുക്കുന്ന പഞ്ചാരിമേളം അരങ്ങേറും. മാർച്ച് 28-നാണ് ആറാട്ട്. അന്നേ ദിവസം വൈകുന്നേരം 6 മണിക്ക് ആറാട്ട് ബലിയും തുടർന്ന് കൊടിയിറക്കും നടക്കും. തുടർന്നാണ് ആറാട്ടുകടവിലേക്ക് എഴുന്നള്ളിപ്പ്. രാവിലെ 8-ന് ശ്രീബലി എഴുന്നള്ളിപ്പും വൈകിട്ട് 5-ന് കാഴ്ച ശ്രീബലി എഴുന്നള്ളത്തിനും ഈശൈകലമണി ഏറ്റുമാനൂർ ശ്രീകാന്തിന്റെ നാസര കച്ചേരി മുത്തോലപുരം രജീഷ് മാരാരുടെ പ്രമാണത്തിൽ 31-ൽ പരം കലാകാരന്മാർ പങ്കെടുക്കുന്ന സ്പെഷ്യൽ പഞ്ചാരിമേളം വൈകിട്ട് 7-ന്
ചാക്യാർകൂത്ത്, 9-ന് പള്ളിവേട്ട, പാഴൂർ ജിതിന്മാരാരുടെ പ്രമാണത്തിൽ 31-ൽ പരം കലാകാരന്മാർ പങ്കെടുക്കുന്ന സ്പെഷ്യൽ പാണ്ടിമേളം. ആറാട്ട് ദിനമായ മാർച്ച് 28-ന് രാവിലെ 7:30-ന് ഭക്തിഗാന മഞ്ചേരി, 9-ന് ഓട്ടംതുള്ളൽ, 10:30-ന് ആറാട്ട് കച്ചേരി ചെങ്കോട്ട ഹരിഹര സുബ്രഹ്മണ്യം, 12:30-ന് ആറാട്ട് സദ്യ, 1:30-ന് പുല്ലാങ്കുഴൽ കച്ചേരി, 3:45-ന് തിരുവാതിര, വൈകിട്ട് 6-ന് ആറാട്ട് ബലി, കൊടിയിറക്ക്, ആറാട്ടുകടവിലേക്ക് എഴുന്നള്ളിപ്പ്, 6:30-ന് തിരുവാതിര, 7-ന് ക്ഷേത്രക്കടവിൽ ആറാട്ട്, 7:45-ന് കിഴക്കേ നടയിൽ എതിരേൽപ്പ്, ഏറ്റുമാനൂർ ശ്രീകാന്തിൻ്റെ നാദസ്വരം, കൊടുങ്ങൂർ രാകേഷ് മാരാരും സംഘവും അവതരിപ്പിക്കുന്ന പഞ്ചവാദ്യം, തിരുമറയൂർ രാജേഷിൻ്റെ പ്രമാണത്തിൽ 31-ൽ പരം കലാകാരന്മാർ അണിനിരക്കുന്ന സ്പെഷ്യൽ പാണ്ടിമേളം, 11:30-ന് കലശാഭിഷേകം, ശ്രീഭൂതബലി, തുടർന്ന് ചങ്ങനാശ്ശേരി ജയകേരള നൃത്തകലാലയം അവതരിപ്പിക്കുന്ന നൃത്തനാടകം ഗരുഡധ്വജൻ തുടങ്ങിയവയാണ് ഈ വർഷത്തെ പരിപാടി. രാത്രി 11:30-ന് കലശാഭിഷേകവും ശ്രീഭൂതബലിയും നടക്കും. പാലായിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് മനോജ് ബി നായർ, സെക്രട്ടറി എൻ ഗോപകുമാർ, ഖജാൻജി KR ബാബു, മധു കോട്ടൂർ, രവി കരുവാക്കുളം എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാല. മരിയ സദനം സന്തോഷിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. അശരണർക്കായി എല്ലാ പഞ്ചായത്തിലും തലചായ്ക്കാൻ ഒരിടം എന്ന പേരിൽ പുതുഭവനങ്ങൾ ഒരുങ്ങുന്നു. ആയിരങ്ങൾക്ക് അഭയമേകിയ പാല മരിയ സദനത്തിൽ നിന്നും രോഗവിമുക്തി നേടി ഏറ്റെടുക്കാൻ ആളില്ലാത്ത നിരാലംബർക്കായി എല്ലാ പഞ്ചായത്തിലും തലചായ്ക്കാൻ ഒരിടം എന്ന പേരിൽ പുതിയ ഭവനങ്ങൾ ഒരുങ്ങുന്നു. ഇതിന്റെ ഭാഗമായി രണ്ടാമത്തെ ഭവനത്തിന് ഭരണങ്ങാനം പഞ്ചായത്തിൽ ഇടപ്പാടി അരിപ്പാറയിൽ 60 സെന്റ് സ്ഥലം ലഭ്യമാക്കിയതിൽ മച്ചിയാനിക്കൽ തോമസും ഭാര്യ സിസിലിയും സന്തോഷത്തിലാണ്. മക്കൾ 3 പേരും വിദേശത്ത് സ്ഥിരതാമസമാക്കിയതിനാൽ സ്ഥലത്തിന്റെ ഒരു ഭാഗം ഇവർ ദാനമായി നൽകുകയും പാലം, റോഡ് എന്നിവ നിർമ്മിച്ചു നൽകുകയും ചെയ്തു. മറ്റൊരു വിദേശ മലയാളിയുടെ സ്പോൺസർഷിപ്പിൽ പണിത കെട്ടിടത്തിൽ 30 പേർക്ക് താമസിക്കുന്നതിനുള്ള സൗകര്യമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. പാലാ രൂപതാ മെത്രാൻമാർ ജോസഫ് കല്ലറങ്ങാട്ട് കെട്ടിടത്തിന്റെ വെഞ്ചരിപ്പും ഉദ്ഘാടനവും നിർവഹിച്ചു. പുതിയ കെട്ടിടത്തോടനുബന്ധിച്ച് പാചകപ്പുര, ഊട്ടുമുറി, മഴവെള്ള സംഭരണി, പശുത്തൊഴുത്ത്, ഓഫീസ് മുറി, പച്ചക്കറിത്തോട്ടം എന്നിവയും ക്രമീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിയമസഭാ തെരഞ്ഞെടുപ്പ്. കോട്ടയം ജില്ലയിൽ തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുന്നു. റോഡ് ഷോയുമായി സ്ഥാനാർത്ഥികൾ. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സ്ഥാനാർത്ഥികൾ പ്രചരണം തുടങ്ങിയത് ഉമ്മൻചാണ്ടിയുടെ കബറിടത്തിൽ നിന്ന്. പുതുപ്പള്ളിയിൽ ഫ്ലെക്സുകളും ബോർഡുകളും ഇല്ലാതെ ചാണ്ടിയുമ്മൻ. ജനങ്ങൾക്ക് തന്നെ അറിയാം, പണം പാവപ്പെട്ടവർക്ക് വീട് വയ്ക്കാൻ ഉപയോഗിക്കുമെന്ന് ചാണ്ടിയുമ്മൻ. കാഞ്ഞിരപ്പള്ളിയെ ഇളക്കി NDA സ്ഥാനാർത്ഥി ജോർജ് കുര്യന്റെ റോഡ് ഷോ. പങ്കാളികളായി 100 കണക്കിന് പ്രവർത്തകർ. പാലായിൽ ഉൾപ്പെടെ കേരളത്തിൽ താമര വിരിയുമെന്ന് ഷോൺ ജോർജ്. ജോസ് കെ മാണിയും മാണി സി കാപ്പനും പാലായിലെ വികസനം തടസ്സപ്പെടുത്തി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.